വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫി പാർട്ടിൽ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ് എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ സൗരയൂഥത്തെക്കുറിച്ചും ഗ്രഹങ്ങളിൽ ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളെക്കുറിച്ചും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ എന്നിവയെക്കുറിച്ചും പഠിക്കാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റെയർ ആയിട്ടുമുള്ള ഫാക്റ്റുകൾ മാത്രമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണുക. അപ്പം ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഭൂമി അഷ്ടഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ഭൂമി. അതേപോലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്. അപ്പോൾ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ്. അപ്പോൾ ഏതെല്ലാമാണ് അന്തർഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ, ചൊവ്വ, ഭൂമി ഇവയാണ് അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ്. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഭൂമിയുടെ ഭാഗം അറിയപ്പെടുന്നത് ഓർബിറ്റൽ പ്ലെയിൻ എന്നാണ്. ഭൂമധ്യരേഖ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഭാഗം ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ അച്ചുതണ്ടുമായി ഓർബിറ്റൽ പ്ലെയിൻ ഉണ്ടാകുന്ന കോണളവ് 66.5 ഡിഗ്രിയാണ്. സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഭൂമിയുടെ ഭാഗം ഓർബിറ്റൽ പ്ലെയിൻ, ഭൂമധ്യരേഖ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഭാഗം ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഭൂമിയുടെ അച്ചുതണ്ടുമായി ഓർബിറ്റൽ പ്ലെയിനിന് ഉണ്ടാകുന്ന കോണളവ് 66.5 ഡിഗ്രി. ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചം വാൻ അലൻ ബെൽറ്റ് എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചമാണ് വാൻ അലൻ ബെൽറ്റ്. ഏകദേശം 25,000 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് ജെയിംസ് വാൻ അലൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ കാന്തിക വലയം വാൻ അലൻ ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൗമ മണിക്കൂറായി ആചരിക്കുന്ന ദിനം മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഭൗമ മണിക്കൂറായിട്ട് ആചരിക്കുന്നത്. ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയ വർഷം 2007 ഇന്ത്യയിൽ ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയ വർഷം 2009. വേൾഡ് വൈഡ് ഫണ്ട് ഓഫ് നാച്ചറിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഭൗമ മണിക്കൂർ ആചരിക്കുന്നത്. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 8 മിനിറ്റും 20 സെക്കൻഡും അല്ലെങ്കിൽ 500 സെക്കൻഡ്. ഇതാണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ. അടുത്തത് ചൊവ്വ. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പം ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നെല്ലാം അറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചൊവ്വയിൽ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തുവാണ് അയൺ ഓക്സൈഡ്. അപ്പോൾ ചൊവ്വയിൽ അടങ്ങിയിരിക്കുന്ന അയൺ ഓക്സൈഡാണ് ചൊവ്വയുടെ ചുവപ്പ് നിറത്തിനു കാരണം. കാൾ സാഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ. അപ്പോൾ കാൾ സാഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. സൂര്യനിൽ നിന്നുള്ള ആസ്ട്രോണമിക്കൽ അകലം അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അകലം 1.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് ചൊവ്വയും സൂര്യനും തമ്മിലുള്ള അകലം. മുൻപ് ജലം ഒഴുകിയതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തുവാണ്
പെർക്ലോറേറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പെർക്ലോറേറ്റ്. അപ്പം എന്താണ് പെർക്ലോറേറ്റ്? ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തുവാണ് പെർക്ലോറേറ്റ് എന്നറിയപ്പെടുന്നത്. ഏത് ഗ്രഹത്തിലെ പാറയ്ക്കാണ് നാസ റോളിംഗ് സ്റ്റോൺസ് റോക്ക് എന്ന പേര് നൽകിയത്? ചൊവ്വ. അപ്പം ചൊവ്വയിലെ പാറയ്ക്കാണ് നാസ റോളിംഗ് സ്റ്റോൺസ് റോക്ക് എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ എന്നറിയപ്പെടുന്നു. ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനമാണ് മറീനർ 4. ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം മറീനർ 4. ചൊവ്വാഗ്രഹത്തിൻ്റെ ചിത്രം അയച്ചു തന്ന പേടകമാണ് മറീനർ 4. ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യ പേടകമാണ് മറീനർ 9. ചൊവ്വയെ പ്രദക്ഷിണം ചെയ്തു. അപ്പം ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യ പേടകമാണ് മറീനർ 9. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ട് സോജേണർ. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ടാണ് സോജേണർ. ചൊവ്വയിലേക്ക് 2003 അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്രമനുഷ്യൻ സ്പിരിറ്റ്. ചൊവ്വയിലേക്ക് 2003 അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്രമനുഷ്യനാണ് സ്പിരിറ്റ്. സ്പിരിറ്റ് ഇറങ്ങിയ സ്ഥലം ഗുസേവ് ക്രേറ്റർ. ചൊവ്വ ഇറങ്ങിയ സ്ഥലമായിരുന്നു ഗുസേവ് ക്രേറ്റർ. ഇത് പിന്നീട് കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഗുസേവ് ക്രേറ്റർ പിന്നീട് കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് അസാഫ്ഹാളാണ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് അസാഫ്ഹാൾ. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. സ്പിരിറ്റിന് പിന്നാലെ ചൊവ്വയിൽ ഇറങ്ങിയ അമേരിക്കൻ പേടകമാണ് ഓപ്പർച്യൂണിറ്റി. 2004 ജനുവരി 25 ഓപ്പർച്യൂണിറ്റി ചൊവ്വയിൽ ഇറങ്ങിയത്. ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങിയ ആദ്യ പേടകം അമേരിക്കയുടെ വൈക്കിംഗ് 1. ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങിയ ആദ്യ പേടകമാണ് അമേരിക്കയുടെ വൈക്കിംഗ് 1. വൈക്കിംഗ് ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലം അറിയപ്പെടുന്നത് ക്രൈസ് പ്ലാനിറ്റിയ എന്നാണ്. വൈക്കിംഗ് ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലം ക്രൈസ് പ്ലാനിറ്റിയ എന്നറിയപ്പെടുന്നു. ചൊവ്വയിൽ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ചൊവ്വയിൽ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ഇത് വിക്ഷേപിച്ചത് 2011 നവംബർ 26 2011 നവംബർ 26 വിക്ഷേപിച്ച ക്യൂരിയോസിറ്റി 2012 ഓഗസ്റ്റ് 5 ചൊവ്വയിൽ ലാൻഡ് ചെയ്തു. ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്നത് ഗേൽ ക്രേറ്റർ എന്നാണ്. ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം ഗേൽ ക്രേറ്റർ എന്നറിയപ്പെടുന്നു. ഗേൽ ക്രേറ്ററിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് മൗണ്ട് ഷാർപ്പ്. ഗേൽ ക്രേറ്ററിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതം മൗണ്ട് ഷാർപ്പ്. നെക്സ്റ്റ് ജൂപ്പിറ്റർ, വ്യാഴം. 1610 വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. വ്യാഴത്തെ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി. പൗരാണിക സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴം. പൗരാണിക സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ വ്യാഴത്തിന് ആവശ്യമായ സമയമാണ് 9 മണിക്കൂറും 56 മിനിറ്റും. വ്യാഴത്തിന് ചുറ്റും മങ്ങിയ വളയങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ മങ്ങിയ വളയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴം. വ്യാഴത്തിൻ്റെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം പകൽ 5 മണിക്കൂർ, രാത്രി 5 മണിക്കൂർ. ഒരു വ്യാഴവട്ട കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴം സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴം സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയം. വ്യാഴത്തിലെ ചുവന്ന പൊട്ട് കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്.
വ്യാഴത്തിലെ ചുവന്ന പൊട്ട് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ലിറ്റിൽ റെഡ് സ്പോട്ട് എന്ന കൊടുങ്കാറ്റ് ഏത് ഗ്രഹത്തിലാണുള്ളത്? വ്യാഴം. ലിറ്റിൽ റെഡ് സ്പോട്ട് എന്ന കൊടുങ്കാറ്റ് മേഖല വ്യാഴത്തിലാണുള്ളത്. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹം വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിനെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർത്ത് ചെറു സൗരയൂഥം എന്ന് പറയുന്നു. അപ്പോൾ മിനി സോളാർ സിസ്റ്റം എന്നറിയപ്പെടുന്നത് വ്യാഴവും അതിൻ്റെ ഉപഗ്രഹങ്ങളുമാണ്. ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിൽ ഉൽക്കാമണ്ഡലം കാണപ്പെടുന്നു. അപ്പോൾ ഉൽക്കാമണ്ഡലം കാണപ്പെടുന്നത് ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിലാണ്. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ പാർട്ടിൽ നിന്നാണ്. ചൊവ്വ ഗ്രഹത്തിൽ ഉൽക്കാമണ്ഡലം കാണപ്പെടുന്നത് ഏത് ഗ്രഹപാന്താവുകൾക്കിടയിലാണ്? അപ്പം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് ഉൽക്കാമണ്ഡലം കാണപ്പെടുന്നത്. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നിവയാണ്. അപ്പം ഗലീലിയൻ ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ആകാശഗോളമാണ് ഗാനിമീഡ്. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ആകാശഗോളം ഗാനിമീഡ്. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹമാണ് അയോ. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹം അയോ. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ. സമുദ്രത്തിൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹം യൂറോപ്പ. സമുദ്രത്തിൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. വ്യാഴഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാനായി നാസ വിക്ഷേപിച്ച പേടകമാണ് ഗലീലിയോ. വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാനായി നാസ വിക്ഷേപിച്ച പേടകം ഗലീലിയോ. വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ്. അപ്പോൾ വ്യാഴം, വലിയ ചുവപ്പടയാളം കാണപ്പെടുന്നത് വ്യാഴം, കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണ്, വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനി. നെക്സ്റ്റ് ശനി, സാറ്റേൺ. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നത് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ജലത്തിൻ്റെ സാന്ദ്രതയേക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ശനിക്ക് 7 വലയങ്ങളാണ് കാണപ്പെടുന്നത്. ശനി ഗ്രഹത്തിൻ്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ശനി ഗ്രഹത്തിൻ്റെ വലയങ്ങളെക്കുറിച്ച് പരാമർശിച്ചത് ഗലീലിയോ ഗലീലി. എന്നാൽ അവ വലയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അപ്പോൾ ശനിയുടെ വലയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് ഗലീലിയോ ഗലീലിയും അത് വലയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞത് ക്രിസ്റ്റ്യൻ ഹൈജൻസുമാണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയം എന്ന് നിർവചിച്ചത് വില്യം ഹെർഷൽ. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയങ്ങൾ എന്ന് നിർവചിച്ചത് വില്യം ഹെർഷലാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ടൈറ്റൻ, പ്രൊമിത്യൂസ്,
അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹൈപ്പേരിയോൺ, എൻസെലാഡസ് ഇവയൊക്കെയാണ് ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങൾ. ടൈറ്റൻ, പ്രോമിത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹൈപ്പേരിയോൺ, എൻസെലാഡസ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. ഇവ തമ്മിൽ മാറിപ്പോവരുത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനും യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയയുമാണ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായിട്ടുള്ള വാതകമാണ് നൈട്രജൻ. അപ്പോൾ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റന്. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ്. അടുത്തത് യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹം യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹമാണ് യുറാനസ്. സൂര്യനിൽ നിന്നുള്ള അകലം 19.8 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. അപ്പോൾ യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് മീഥെയ്ൻ. മീഥെയിൻ്റെ സാന്നിധ്യത്തിലാണ് യുറാനസ് പച്ചവർണ്ണം അല്ലെങ്കിൽ നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ നീലഹരിത വർണ്ണത്തിൽ യുറാനസ് കാണപ്പെടാൻ കാരണം മീഥെയിനാണ്. അതുകൊണ്ട് തന്നെ യുറാനസ് പച്ചഗ്രഹം എന്ന് അറിയപ്പെടുന്നു. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. അപ്പോൾ ഉരുളുന്ന ഗ്രഹമെന്നും കിടക്കുന്ന ഗ്രഹമെന്നും അറിയപ്പെടുന്നത് യുറാനസ് ആണ്. അടുത്തത് നെപ്റ്റ്യൂൺ. സമുദ്രത്തിൻ്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സമുദ്രദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാന നിരീക്ഷകനാണ് ജൊഹാൻ ഗാലി. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാന നിരീക്ഷകൻ ജൊഹാൻ ഗാലി. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. മാന്ത്രികൻ്റെ കണ്ണ്, വിസാർഡ്സ് ഐ എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. ഇത് മാന്ത്രികൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. നെപ്റ്റ്യൂണിൽ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലെ ജലദേവതമാരുടെ പേരിൽ നിന്നുമാണ്. നെപ്റ്റ്യൂണിൽ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലെ ജലദേവതമാരുടെ പേരിൽ നിന്നുമാണ്. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റൺ. മാതൃഗ്രഹത്തിൻ്റെ ഭ്രമണദിശയുടെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൺ. മാതൃഗ്രഹത്തിൻ്റെ ഭ്രമണദിശയുടെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൺ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. എ, ബി, സി എന്നീ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ്. കുയിപ്പർ ബെൽറ്റ്.
സൂര്യനിൽ നിന്ന് ഏതാണ്ട് 30 മുതൽ 55 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമവസ്തുക്കളുടെയും ധൂളീപടലങ്ങളുടെയും മേഖലയാണ് കുയിപ്പർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നത്. കുയിപ്പർ ബെൽറ്റ് ആരംഭിക്കുന്നത് നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുതലാണ്. കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയും ഈറിസും സ്ഥിതി ചെയ്യുന്നത് കുയിപ്പർ ബെൽറ്റിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. അടുത്തതായിട്ട് കുള്ളൻ ഗ്രഹങ്ങളെക്കുറിച്ചും അതേപോലെ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചും ധൂമകേതുക്കളെക്കുറിച്ചും ഉൽക്കകളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കാം. കുള്ളൻ ഗ്രഹങ്ങൾ സ്വന്തമായി ഭ്രമണപഥമോ ഗോളാകൃതിയോ ഇല്ലാത്തതും സൂര്യനെ വലം വയ്ക്കാത്തതുമായ ആകാശഗോളങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നതാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന്. അപ്പോൾ സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളാണ് പ്ലൂട്ടോ, ഇറിസ്, സിറസ്, ഹൗമിയ, മേക്ക് എന്നിവ. അപ്പം പ്ലൂട്ടോ മുമ്പ് ഗ്രഹമായിരുന്നു. പിന്നീട് സൂര്യനെ വലം വയ്ക്കുമ്പോൾ സ്വന്തം ഭ്രമണപഥത്തിൽ നിന്നും മാറുന്നു എന്ന പ്രശ്നം കൊണ്ടൊക്കെയാണ് അതിനെ ഗ്രഹപദവിയിൽ നിന്നും മാറ്റം ചെയ്തത്. അപ്പോൾ ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അപ്പോൾ അതിനാൽ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്ലൂട്ടോ പ്രധാനപ്പെട്ട ഒരു കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. റോമക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ നിന്നുമാണ് പ്ലൂട്ടോ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. അതായത് സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയെ കണ്ടെത്തിയത് ക്ലൈഡ് ടോംബോ ആണ്. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കിയ സംഘടനയാണ് IAU, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി ഉൾപ്പെടുത്തിയത് 2006 ഓഗസ്റ്റ് 24-നാണ്. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കാൻ കാരണം നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരോണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ് പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കിയത്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ ബലം കുറവായതിനാലും പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കി. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ബഹിരാകാശത്തിലെ ഏത് കുള്ളൻ ഗ്രഹത്തിലെ കുന്നുകൾക്കാണ് ടെൻസിംഗ് നോർഗയുടെയും എഡ്മണ്ട് ഹിലാരിയുടെയും പേര് നൽകിയിരിക്കുന്നത്? പ്ലൂട്ടോ. അപ്പം പ്ലൂട്ടോയിലെ കുന്നുകൾക്കാണ് ടെൻസിംഗ് നോർഗയുടെയും എഡ്മണ്ട് ഹിലാരിയുടെയും പേരുകൾ നൽകിയിരിക്കുന്നത്. 2008 ജൂണിൽ അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ പുനർനിർവചിച്ച പ്രകാരം പ്ലൂട്ടോ അറിയപ്പെടുന്നത് പ്ലൂട്ടോയിഡ് എന്നാണ്. 2008 അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ പുനർനിർവചിച്ച പ്രകാരം പ്ലൂട്ടോയിഡ് എന്നറിയപ്പെടുന്നു. പ്ലൂട്ടോയെ ചുറ്റുന്ന ഏറ്റവും വലിയ ഗോളമാണ് ഷാരൺ. ഷാരണിനെ കണ്ടെത്തിയത് ജെയിംസ് ക്രിസ്റ്റി. 2015 ജൂലൈയിൽ പ്ലൂട്ടോയിൽ എത്തിച്ചേർന്ന പേടകമാണ് ന്യൂ ഹൊറൈസൺസ്. നാസ വിക്ഷേപിച്ച ന്യൂ ഹൊറൈസൺസ്. അടുത്തത് ഇറിസ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് ഇറിസ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസ്. ഇറിസിനെ ചുറ്റുന്ന ആകാശഗോളമാണ് ഡിസ്നോമിയ. 2005 ഇറിസിനെ കണ്ടുപിടിച്ചത് മൈക്ക് ബ്രൗൺ ആണ്. ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹമാണ് സിറസ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസ്, ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം സിറസ്. അന്തർ സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക കുള്ളൻ ഗ്രഹമാണ് സിറസ്. സിറസിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം 2006. മേക്മേക്കിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം 2005 2004 കണ്ടുപിടിച്ച നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിൻ്റെ സമീപമുള്ള കുള്ളൻ ഗ്രഹമാണ് ഹൗമിയ. സൂര്യനോട് അടുത്തുള്ള മൂന്നാമത്തെ കുള്ളൻ ഗ്രഹമാണ് ഹൗമിയ. ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഗ്രഹശകലങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്ഷുദ്രഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഐഡ, ജിയോഗ്രാഫേഴ്സ്, പല്ലാസ്, വെസ്റ്റ, ഇറോസ്, അപ്പോഫിസ് എന്നിവ. ക്ഷുദ്രഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് ചിഹ്നഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നു.
കുള്ളൻ ഗ്രഹ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷുദ്രഗ്രഹമാണ് സിറസ്. അപ്പം ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹമാണ് സിറസ്. ഇത് മുമ്പ് ഇത് ക്ഷുദ്രഗ്രഹത്തിലായിരുന്നു. ധൂമകേതുക്കൾ വളരെ ദീർഘമായ പ്രദക്ഷിണ പഥത്തിലൂടെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ധൂമകേതുക്കൾ. വാൽ നക്ഷത്രങ്ങളുടെ വാൽ ദൃശ്യമാകുന്നത് ടിൻഡൽ പ്രഭാവത്താലാണ്. ധൂമകേതുക്കളുടെ വാൽ പ്രത്യക്ഷപ്പെടുന്ന ദിശയാണ് സൂര്യന് വിപരീത ദിശ. വാൽ നക്ഷത്രങ്ങളുടെ ശിരസ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. വാൽ നക്ഷത്രത്തിൻ്റെ ശിരസിലിറങ്ങിയ പഠനം നടത്തിയ ദൗത്യമാണ് റോസെറ്റ. വാൽ നക്ഷത്രങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയത് സർ എഡ്മണ്ട് ഹാലി. ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? 76 വർഷങ്ങൾ കൊണ്ട്. ഹാലിയുടെ ധൂമകേതു 76 വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഹാലിയുടെ ധൂമകേതു അവസാനമായി ഭൂമിയിൽ ദൃശ്യമായത് 1986 ബാപ്പു ബോഗ് ന്യൂക്രിക് എന്ന വാൽ നക്ഷത്രം കണ്ടുപിടിച്ച മലയാളി MK വൈനു ബാപ്പു. ഇന്ത്യക്കാരൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വാൽ നക്ഷത്രമാണ്. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് MK വൈനു ബാപ്പു. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MK വൈനു ബാപ്പുവാണ്. അപ്പം ഇദ്ദേഹം തലശ്ശേരിക്കാരനാണ്. ഹാലിയുടെ ധൂമകേതുവിൻ്റെ പരിക്രമണകാലം കണ്ടുപിടിച്ചത് എഡ്മണ്ട് ഹാലിയാണ്. ഹാലിയുടെ വാൽ നക്ഷത്രത്തെ നിരീക്ഷിക്കാൻ ജപ്പാൻ അയച്ച ബഹിരാകാശ പേടകമാണ് സഗീഗാക്കെ. അടുത്തത് ഉൽക്കകൾ. താരതമ്യേന വലിപ്പം കുറഞ്ഞ ജ്യോതിർവസ്തുക്കളാണ് ഉൽക്കകൾ. ശൂന്യാകാശത്തു നിന്നും ഭൂമിയുടെ ബാഹ്യാഭരണ വായുമണ്ഡലത്തിൽ വന്നെത്തുന്ന ശിലാഖണ്ഡങ്ങളാണ് ഉൽക്കകൾ. വായുമണ്ഡലത്തിൽ വെച്ച് പൂർണ്ണമായും കത്തി നശിക്കാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുന്ന ഉൽക്കകളെയാണ് ഉൽക്കാശിലകളെന്ന് വിളിക്കുന്നത്. അടുത്തത് നക്ഷത്രങ്ങൾ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ മിന്നുന്നതായി തോന്നുന്നതിന് കാരണം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നതിനാലാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ആൽഫ സെൻറ്റൗറി. ആൽഫ സെൻറ്റൗറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ശബ്ദം ഭൂമിയിലെത്താൻ വേണ്ടിവരുന്ന സമയം 4 വർഷത്തിലധികമാണ്. നക്ഷത്രങ്ങൾ രൂപം കൊണ്ടത് ഏകദേശം 5 മുതൽ 6 ശതകോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് കണക്കാക്കുന്നു. വേനൽക്കാലത്ത് രാത്രിയുടെ പ്രാരംഭത്തിൽ ആകാശത്ത് കാണപ്പെടുന്ന പ്രധാന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. സപ്തർഷികൾ അല്ലെങ്കിൽ അർസ മേജർ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് വേനൽക്കാലത്ത് രാത്രിയുടെ പ്രാരംഭത്തിൽ ആകാശത്ത് കാണപ്പെടുന്നത്. ബിഗ് ഡിപ്പർ, ഗ്രേറ്റ് ബിയർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് അർസ മേജർ. ബിഗ് ഡിപ്പർ, ഗ്രേറ്റ് ബിയർ എന്നൊക്കെ അറിയപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് അർസ മേജർ. ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രക്കൂട്ടത്തിന് പാശ്ചാത്യർ നൽകിയ പേരാണ് ബിഗ് ഡിപ്പർ. ഭാരതീയർ ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന് നൽകിയ പേരാണ് സപ്തർഷികളെന്ന്. സപ്തർഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരാതന ഇന്ത്യയിലെ അറിയപ്പെട്ട 7 ഇന്ത്യൻ ഋഷിമാരെയാണ്. വേനൽക്കാലത്ത് സപ്തർഷികളെ കാണാൻ സാധിക്കുന്നത് വടക്കൻ ആകാശത്താണ്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾക്ക് ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്നൊരു നക്ഷത്രഗണമായിരുന്നു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ എന്നറിയപ്പെട്ടിരുന്ന നക്ഷത്രഗണം. ശൈത്യകാലത്ത് സന്ധ്യയ്ക്ക് ശേഷം ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ. 7 8 തിളക്കമുള്ള നക്ഷത്രങ്ങൾ ചേർന്ന ഗണമാണ് ഓറിയോൺ. വേട്ടക്കാരൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര.
ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.